ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൂർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സച്ചി എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, ശ്രുതിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം എല്ലാവരും മുന്നിൽ വെച്ച് സച്ചി തുറന്നു പറയരുതായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടെന്നാണെങ്കിൽ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ട് അവർ മുഖേന ശ്രുതിയുമായി സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വർഷയും ചന്ദ്രയും എല്ലാം തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയാണ് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ആ പലിശക്കാരൻ്റെ അടുത്ത് സ്വർണം പണയം വെക്കാൻ പോയ കാര്യവും അതുപോലെ സച്ചേറിന് ജോലിയില്ല എന്നുള്ള കാര്യമൊക്കെ ഇതുപോലെ തന്നെ ശ്രുതി എല്ലാവരും മുന്നിൽ വെച്ചാണ് തുറന്നു പറഞ്ഞത്. ആ ഒരു സമയത്ത് എനിക്ക് സച്ചേറിനും എന്തോരം മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ. ആ ഒരു സമയത്തൊന്നും ഇല്ലാത്തൊരു നീതിയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ചേട്ടന്റെ കാര്യം വന്നപ്പോൾ പറയുന്നത് എന്താണ്, അന്നും ഇതുപോലെ തന്നെ സച്ചേട്ടന് ജോലിയില്ല അല്ലെങ്കിൽ ഞാൻ സ്വർണം പണയം വെക്കാൻ പോയി എന്നുള്ള കാര്യം ശ്രുതിക്ക് അച്ഛനോട് അമ്മയോട് ആരെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നു, ഞങ്ങൾ മാത്രം പേഴ്സണലായിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുക രേവതി ഒരു വക്കീലാവേണ്ടവളായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ശേഷം സച്ചി ശ്രുതിയോടിട്ട് പറയുന്നുണ്ട്, നീ പോയി നിന്റെ പെണ്ണുമ്പിള്ളയുടെ കാലൊക്കെ പിടിച്ച് ക്ഷമയൊക്കെ ചോദിച്ച് വിളിച്ചോണ്ട് വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി പറയുകയാണ്, സച്ചി നീയും കൂടി ഇവന്റെ കൂടെ ചെല്ലണം, ശ്രുതി ഇവിടുന്ന് പോകുന്നതിന് നീയും ഒരു കാരണക്കാരനാണ്, അതുകൊണ്ട് നീയും അവളെ കണ്ടെത്തിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൂടെ തന്നെ സച്ചിനും പറഞ്ഞു വിടുകയാണ് കേട്ടോ. മാത്രമല്ല കൂടെ രേവതിയും ശ്രുതിയെ അന്വേഷിച്ചിട്ട് ഇറങ്ങുകയാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ പെണ്ണെങ്ങാനും പോയത് വക്കീലിനെ കാണാനാണോ, ശ്രുതിയായിട്ടുള്ള ഡൈവോഴ്സിന് വേണ്ടിയിട്ട് വക്കീലിനെ കാണാൻ പോയതാണ് ഇനി ആ ഒരു പെണ്ണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി. അപ്പോൾ ഇത്രയുമാണ് പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഈ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കാണാവുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.